നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2026 ഓഗസ്റ്റ് മാസം 15-ാം തീയതി, അതായത് 1201 ആണ്ട് കർക്കടക മാസം 30-ാം തീയതി ശനിയാഴ്ച. ഇന്ന് ഉത്രം നക്ഷത്രമാണ്, തൃതീയയാണ്. നക്ഷത്രവും തൃതീയൊക്കെ കൊള്ളാം, പക്ഷേ ഇന്നത്തെ ദിവസം ശനിയാഴ്ചയാണ്. ശനി എന്ന് പറയുമ്പോൾ ശനിക്ക് അനുവദിച്ച് കൊടുത്തിരിക്കുകയാണ് ആ ദിവസം. അപ്പോൾ ശനിയുടെ ദിവസം നമ്മൾ വളരെ സൂക്ഷിക്കണം. അവർക്ക് അനുവദിച്ച് കൊടുത്തിരിക്കുന്ന ദിവസമാണ്. അവരുടെ ഗ്രൗണ്ടിലേക്ക് നമ്മൾ പോകുമ്പോൾ സൂക്ഷിക്കണം. ശനിയെ മന്ദൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ പതുക്കെ സഞ്ചരിക്കുന്നവൻ ശനി. നമ്മളെ ഓരോ കാര്യങ്ങൾക്കും കുറച്ച് ഏറെ ഇഴച്ചിലുണ്ടാവും. കാര്യങ്ങളൊന്നും തന്നെ അത്ര സ്മൂത്തായി നടക്കത്തില്ല. പലതരത്തിലുള്ള വിഷമാവസ്ഥകളെ കൊടുക്കും. ഇതെല്ലാം ഈ ദിവസത്തിൻ്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് നമ്മളത് മനസ്സിലാക്കി വേണം ഓരോ കാര്യങ്ങൾക്കും ഇറങ്ങാൻ. അല്ലെങ്കിൽ പലതരത്തിലുള്ള തടസ്സഭാവങ്ങളിൽ ചെന്ന് പെടും. അതുകൊണ്ട് സൂക്ഷിച്ച് വേണം ഇന്നത്തെ ദിവസം ഓരോ കാര്യങ്ങളിലും ഇറങ്ങാൻ. പ്രധാനമായിട്ട് ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ, അതായത് കർക്കടക മാസത്തിലെ ഉത്ര നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ നമുക്ക് വളരെ ഐശ്വര്യപ്രദമായ ഒരു വർഷമല്ല. കാരണം ശനി മന്ദനാണ്, പതുക്കെ പോകാൻ പറ്റുള്ളൂ. ശനി മറയുള്ളവനാണ്, നിഴലാണ്. അപ്പോൾ നമുക്കൊരു നിഴല് പോലെ നമ്മളെ പിന്തുടരും. അത്ര പവർഫുൾ ആയിട്ടുള്ള ഗ്രഹമാണ്. അപ്പോൾ സാമ്പത്തിക നഷ്ടം വരുത്തും, ശാരീരിക ബുദ്ധിമുട്ട് വരുത്തും, അതുപോലെ ശത്രുക്കളെ ഉണ്ടാക്കും, പലതരത്തിലുള്ള അപകട സാധ്യതകൾ വരുത്തും. ഇതൊക്കെ സൂക്ഷിക്കണം നിങ്ങളൊരു വർഷവും. അപ്പോൾ ഇതൊക്കെ മാറ്റിയാൽ ശനി ദേവൻ തരും പോലെ ഒരു ഗ്രഹം തരത്തില്ല. ശനിയിൽ വളരെ സ്ഥാനമാനങ്ങളിൽ ലഭിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്, ലോട്ടറി അടിച്ച കണ്ടിട്ടുണ്ട്. അപ്പോൾ ശനിയെ അത്ര മാറ്റി നിർത്തേണ്ട ആളല്ല. പക്ഷെ ശനിയെ പ്രീതിപ്പെടുത്തിയില്ലെങ്കിൽ പലപ്പോഴും നമ്മളെ ചുറ്റിക്കും. അതിനുവേണ്ടി ശാസ്താവിന് നീരാഞ്ജനം കത്തിക്കുകയും ശനിവ്രതം നോക്കുകയും സൂര്യഭഗവാനെ തൊഴുകയും ശനീശ്വര യന്ത്രം പ്രൊട്ടക്ഷനായിട്ട് ഒരു വർഷത്തേക്ക് കെട്ടിധരിക്കുകയൊക്കെ ചെയ്തു പോയാൽ നമുക്കൊരു സംരക്ഷണമായിട്ട് ഈ അങ്ങോട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. അതുപോലെ തന്നെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും രാഹുകാല സമയം നോക്കി യാത്ര തിരിക്കുന്നത് നന്നായിരിക്കും. 9:24 തൊട്ടാണ് രാഹുകാലം ആരംഭിക്കുന്നത്, 10:58 വരെ. രാഹുകാല സമയം ഒരു ശുഭയാത്രയ്ക്കും എടുക്കരുത്. അതുപോലെ തന്നെ ഗുളികനും യമകണ്ഠനും ഒരു ശുഭകാര്യങ്ങൾക്കും തിരഞ്ഞെടുക്കരുത്. ഗുളികൻ്റെ ബന്ധം നിൽക്കുന്ന സമയമാണ് 6:19 തൊട്ട് 7:51 വരെയും. യമകണ്ഠ കാല സമയം വരുന്നത് 2:02 തൊട്ട് 3:34 വരെയും. ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. കാരണം അവർക്ക് അനുവദനീയമായ സമയമാണ്. അതുപോലെ തന്നെ ഇന്നും ഓരോ കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്ന അവസ്ഥ വരികയാണെങ്കിൽ അഭിജിത്ത് മുഹൂർത്തത്തെ ആശ്രയിക്കുക. അഭിജിത്ത് മുഹൂർത്തം പറഞ്ഞത് 12:05 തൊട്ട് 12:53 വരെ വരുന്ന സമയം. ഇതിനകത്ത് ഒരു 4 മിനിറ്റ് ഒഴിച്ച് 54 മിനിറ്റ് അഭിജിത്ത് മുഹൂർത്ത സമയമാണ്. ഈ സമയം നമുക്ക് എല്ലാ ശുഭകാര്യങ്ങൾക്കും എടുക്കാം. അതുപോലെ തന്നെ ഇന്നും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ വസ്ത്രധാരണത്തിൽ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് കറുത്ത വസ്ത്രമോ നീല വസ്ത്രമോ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തണം. അപ്പോൾ ശനിയുടെ നെഗറ്റീവ് കയറാതെ സംരക്ഷിക്കും, പോസിറ്റീവ് നമ്മളിലേക്ക് വലിച്ചെടുക്കുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.